ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. നിയമപരമായിട്ടുള്ള വീഡിയോ അല്ല, കൺസ്ട്രക്ഷൻ സംബന്ധിച്ചൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് കൊച്ചി പോലുള്ള മഹാനഗരങ്ങളിൽ വീട് നിർമ്മാണത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് 2.5 സെൻറ്റിൽ എൻ്റെ സുഹൃത്ത് നിർമ്മിക്കാൻ പോകുന്ന വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു വീട് നിർമ്മിക്കാമെന്നുള്ള ഒരു കാര്യമായിട്ടാണ് എൻ്റെ സുഹൃത്ത് വീട് നിർമ്മാണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ നിർമ്മിച്ചോട്ടെ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് സമ്മതിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം നിർമ്മിക്കുന്നത് കൊച്ചിയിലുള്ള ഒരു സ്ഥലത്താണ്. അവിടെ അദ്ദേഹം 2.5 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം വീട് നിർമ്മാണം ആരംഭിക്കുകയാണ്. കൊച്ചി പോലുള്ള നഗരത്തിൽ ഒരു വീട് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാര്യം വെള്ളത്തിൻ്റെ ദൗർബല്യതാണ് കൊച്ചിയെ സംബന്ധിച്ച് പ്രധാന പ്രശ്നം. ചെറിയ ചെറിയ പ്ലോട്ടുകളിൽ വീട് വയ്ക്കാനായിട്ട് അവിടെ ഒരു കിണർ താഴ്ത്തുക എന്നുള്ളത് തികച്ചും പ്രയാസമേറിയ കാര്യമാണ്. കാര്യം സ്ഥലപരിമിതി തന്നെ പ്രയാസം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത്, ഒരു വീട് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഉറപ്പാക്കേണ്ടത് വെള്ളത്തിൻ്റെ ലഭ്യതയാണ്. അതിനായിട്ട് കൊച്ചിയിൽ വീട് നിർമ്മിക്കുന്നവർ ചെയ്യുന്ന 15 അടി ആഴത്തിലുള്ള ബോർവെൽ താഴ്ത്തിയിട്ടാണ് വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു വീട് നിർമ്മാണത്തിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന് പറഞ്ഞാൽ, പെർമിറ്റ് നേടിക്കഴിഞ്ഞാൽ വീട് പണി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനായിട്ട് ബോർവെൽ എങ്ങനെ താഴ്ത്താമെന്നുള്ളതാണ്. ബോർവെൽ എങ്ങനെ താഴ്ത്താമെന്നും 15 അടി ആഴത്തിലൊരു ബോർവെൽ താഴ്ത്താമെന്നുള്ളതും അതിനോടനുബന്ധിച്ച് മോട്ടോർ പമ്പ് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് 3 അടി ആഴത്തിൽ ഒരു കുഴിയെടുത്തതിന് ശേഷം ഒരു 5 ഇഞ്ച് വട്ടത്തിലുള്ള ഒരു കുഴിയാണ് ആദ്യം എടുക്കുന്നത്. ഈ ചിത്രത്തിൽ കണ്ടിരിക്കുന്നു. ആ കുഴിയിലേക്ക് ബോർവെൽ താഴ്ത്താനുള്ള ഇരുമ്പ് പൈപ്പ് താഴ്ത്തി വെച്ചിട്ട് ആഴം കൂട്ടുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ഇങ്ങനെ പൈപ്പ് അതിലേക്ക് ഇറക്കി പൈൽ ചെയ്ത് മണ്ണും ചെളിയും വാരിക്കളഞ്ഞുകൊണ്ട് ആ 5 ഇഞ്ച് വ്യാസമുള്ള കുഴിയിൽ നിന്ന് മണ്ണ് വാരിക്കളയാണ് ചെയ്യുന്നത്. അതാണ് ഇവരിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ആദ്യപടി. ഒരു ബോർവെല്ലിൽ ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം വരാനുള്ള ബോർവെൽ പമ്പ് താഴ്ത്തുന്നതിനുള്ള ആദ്യപടിയാണ് ഈ കാണിക്കുന്നത്. ഇതിൽ നിന്നിങ്ങനെ ആഴം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഴം 15 അടി ആഴത്തിലേക്ക് ഈ കുഴിയെടുക്കുകയാണ് ഈ കാണുന്നത്. കാരണം ഇദ്ദേഹം ചങ്ങല വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് കലർത്തി വിട്ട് ചെളിയും മണ്ണും അതിൽ നിന്ന് വാരിക്കളയുകയാണ് ചെയ്യുന്നത്. ചെളിയും മണ്ണും വാരിക്കളഞ്ഞതിന് ശേഷം കുഴി വലുതാകുന്നു.
മണ്ണും ചെളിയും കോരിക്കളയുന്നതിനനുസരിച്ച് ഈ പൈപ്പ് താഴത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഇപ്പോൾ 15 അടി ഉയരം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം 4 അടി ഭൂമിയായിട്ട് മുട്ടാനായി. അദ്ദേഹം നിൽക്കുന്ന ആ ഇതിൽ നിന്നും മരക്കഷ്ണത്തിൽ നിന്നും ഇപ്പോൾ താഴത്തേക്ക് വരാനായിട്ട് ഏതാണ്ട് 4 അടിയോളം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് ബാക്കിയുള്ള സ്പേസിലെല്ലാം ചെളിയും മണ്ണൊക്കെ വാരി കളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ വീട് നിർമ്മാണം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഞാൻ നിങ്ങൾക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണി ഇപ്പോൾ ഏകദേശം ആ പൈപ്പ് 15 അടിയോളം താഴ്ന്നു കഴിഞ്ഞു. അതാണ് ഭൂമിയുടെ തറ ലെവലിലും ആ പൈപ്പ് മുട്ടി. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ആ പൈപ്പ് വന്ന് നിലത്ത് ആ മരക്കഷ്ണങ്ങൾ വന്ന് മുട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ 15 അടി താഴ്ച വന്നു കഴിഞ്ഞു. ഇനി ചെയ്യുന്നത് ഇതിലേക്ക് ബോർവെല്ല് ഇറക്കാനുള്ള അതിനോടനുബന്ധിച്ചുള്ള പമ്പ് ഫിറ്റിങ്സ് വേണം. ബോർവെൽ പമ്പിന് ആ ഇരുമ്പ് പൈപ്പ് മാറ്റിയിട്ട് അതിലേക്ക് ബോർവെൽ പൈപ്പ് താഴത്ത് ബോർ ചെയ്ത പൈപ്പ് എടുത്ത് താഴത്തേക്ക് ഇറക്കി വെക്കും. അതിനുള്ള പമ്പ്, മോട്ടോർ പമ്പ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പമ്പിൻ്റെ ഇന്നർ ലൈനും ഔട്ടർ ലൈനും ഫിറ്റ് ചെയ്യാനുള്ള അഡാപ്റ്ററാണ് ഇപ്പോൾ അദ്ദേഹം ഫിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ഈ ഇന്നർ ലൈനുള്ള അഡാപ്റ്ററും ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ടാപ്പ് ചുറ്റി ഷെല്ലാക്ക് അതിൽ പുരട്ടിയതിന് ശേഷം പൈപ്പ് റേഞ്ച് വെച്ച് ഇതുപോലെ ടൈറ്റ് ചെയ്യണം. ഇത് പൈപ്പിൻ്റെ ഔട്ടർ ലൈനാണ്, മറ്റേ തല ഇന്നർ ലൈനാണ്. അപ്പോൾ ഔട്ടർ ലൈൻ ഫിറ്റ് ചെയ്ത് അഡാപ്റ്റർ ഫിറ്റ് ചെയ്ത് ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് ഇന്നർ ലൈനാണ്. ഇന്നർ ലൈൻ അഡാപ്റ്ററാണ് ഫിറ്റ് ചെയ്യുന്നത്. ടേപ്പ് ചുറ്റി ഷെല്ലാക്ക് വെച്ച് പൈപ്പ് റേഞ്ച് വെച്ച് ടൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 1 ഇഞ്ച് പൈപ്പിലേക്ക് അതിൻ്റെ ഫുട് വാൾവ് ഫിറ്റ് ചെയ്യുന്ന രംഗമാണ് കാണുന്നത്. ഈ 1 ഇഞ്ച് പൈപ്പും ഫുട് വാൾവുമാണ് നമ്മൾ ഈ ബോർവെല്ലിനെ അടിയിലേക്ക് 15 അടി താഴ്ത്തി ഇറക്കി വെക്കാൻ പോകുന്നത്. കേട്ടോ, അതിലേക്ക് ഇറക്കി വെച്ചാൽ ആദ്യം 2.5 ഇഞ്ച് പൈപ്പ് ഇറക്കി ആ ബോർവെല്ലിൽ 5 ഇഞ്ച് വ്യാസമുള്ള 15 അടി താഴത്തിലേക്ക് ബോർവെൽ പൈപ്പ് ഇറക്കി വെച്ച്. കണ്ടോ, അതിന് ശേഷം അതിൻ്റെ മുകളിൽ 1 ഇഞ്ച് പൈപ്പ് ഇറക്കുകയാണ്. അതിൽ ഫുട് വാൾവ് വെച്ച് അതിലേക്ക് ഇറക്കുകയാണ്. പൈപ്പ് 2.5 ഇഞ്ച് പൈപ്പ് ഇറക്കുന്ന സീൻ എനിക്ക് വീഡിയോ ഡിലീറ്റായി പോയതുകൊണ്ട് എനിക്കത് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി. അതാണ് ഈ 2.5 ഇഞ്ച് പൈപ്പ് 5 ഇഞ്ച് കുഴിയിലേക്ക് പൈപ്പ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 1 ഇഞ്ച് പൈപ്പിൽ ഫുട് വാൾവ് ഫിറ്റ് ചെയ്ത് അതിലേക്ക് ഇറക്കി വെച്ച് ഒരു 10-12 അടി താഴത്തിലേക്ക് 1 ഇഞ്ച് പൈപ്പ് ഫുട് വാൾവ് വെച്ചോടുകൂടി ഇറക്കി വെച്ചതിന് ശേഷം റെഡ്യൂസർ വെച്ച് അതിൽ ഫിറ്റ് ചെയ്ത് പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം എൽബോ വെച്ച് മോട്ടറിലേക്ക്
കണക്ഷൻ കൊടുക്കാൻ പോകണം. കാരണം ഇപ്പോൾ വെള്ളം ഒഴിച്ച് ആ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം നിറക്കണം. ആണോ, അതാണ് കാണുന്നത്, ആ സീനാണ് കാണുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് തന്നെ ഈ പൈപ്പ് ഫിറ്റ് ചെയ്യാമെന്ന്. പക്ഷേ അറിയാവുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഇതുണ്ടെങ്കിൽ ചെയ്യാവുന്നേ. വേണ്ട, 1 ഇഞ്ച് പൈപ്പ് അതിലേക്ക് ഇറക്കി വെക്കണം. വേണ്ട, അതിൽ വെള്ളം നിറക്കണം. ആ 1 ഇഞ്ച് പൈപ്പാണ് ഭൂമിയിലുള്ള ആ വെള്ളം മുകളിലേക്ക് വലിക്കുന്നത്. ഈ ഇറക്കി വെച്ചിരിക്കുന്ന 2.5 ഇഞ്ച് വ്യാസമുള്ള പൈപ്പിൻ്റെ ഉള്ളിലേക്കാണ് ഈ 1 ഇഞ്ച് പൈപ്പ് ഇറക്കി വെച്ചേക്കുന്നത്. അതിൽ ഈ 1 ഇഞ്ച് പൈപ്പിലാണ് ഫുട് വാൾവ് ഫിറ്റ് ചെയ്തിട്ട് ഇറക്കി വെച്ചേക്കുന്നത്. അത് ഇത് ബോർവെൽ പൈപ്പാണിത്. ഈ ബോർവെൽ പൈപ്പിൽ ചുറ്റും സുഷിരമുള്ള, ഏറ്റവും അറ്റത്ത് ചുറ്റും കുറച്ച് സുഷിരമുള്ള ആ പൈപ്പ് അതിൽ മറ്റേ നെറ്റ് ചുറ്റിയതിന് ശേഷമാണ് ഈ ഭൂമിക്കടിയിലേക്ക് ഇറക്കി വെക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് 1 ഇഞ്ച് പൈപ്പ് ഫുട് വാൾവ് വെച്ചിട്ട് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നിറയ്ക്കണം. ഇപ്പോൾ ഇനി അതിലേക്ക് ഈ മോട്ടോർ പമ്പ് ഫിറ്റ് ചെയ്യാൻ പോകണേ. അതിൻ്റെ ഇന്നറും ഔട്ടറും കൊടുക്കാൻ പോകണേ. വെള്ളം ഡെലിവറി ചെയ്യുന്നതും വെള്ളം റിസീവ് ചെയ്യുന്നതും അഡാപ്റ്ററുകൾ ഫിറ്റ് ചെയ്യാൻ പോകണേ. ഇത് ഇന്നർ വെള്ളം വലിച്ചെടുക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എൽബോ വെച്ച് അതിലേക്ക് മോട്ടറിൻ്റെ ഇന്നറിലേക്ക് വലിച്ചെടുക്കുന്ന വെള്ളം സക്ക് ചെയ്യുന്ന ഭാഗം, അതാണ് കൊടുക്കുന്നത്. മുകളിൽ കാണുന്നത് അത് വെള്ളം ഡെലിവറി ചെയ്യുന്നത്, വെള്ളം മുകളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിടുന്നതാണ്. കണ്ടോ, ഇത് പശ വെച്ച് വേണ്ട രീതിയിൽ ഭംഗിയായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഔട്ടറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പണി അതിൻ്റെ തീർന്നു. പിന്നെ ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഔട്ടർ കൊടുത്തു, ടീ വെച്ച് ഒരു ഔട്ടർ കൊടുത്തു. വീട് നിർമ്മാണത്തിനായതുകൊണ്ട് ഒരു കോളർ മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ഫിറ്റ് ചെയ്ത് നിർത്തുന്നത്. പിന്നീട് ഇത് വയർ കൊടുത്തിട്ട് കണക്ഷൻ ഇതിൽ നിന്ന് പല കണക്ഷനിലേക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. തൽക്കാലം വീട് നിർമ്മാണത്തിന് ഒരു കോളർ മാത്രം ഫിറ്റ് ചെയ്യുന്നു. ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കുന്ന രംഗമാണ് കാണുന്നത്. അതിലേക്ക് ഇലക്ട്രിക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പമ്പ് പണി പൂർത്തിയായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ വീഡിയോകളും, എൻ്റെ വീഡിയോകളും മിക്കതും നിയമപരമായ വീഡിയോകളാണ്. എങ്കിലും ഞാൻ ഈ 2.5 സെൻറ്റ് വീടിൻ്റെ നിർമ്മാണ ഭാഗങ്ങൾ നിങ്ങളെ ചിത്രീകരിച്ച് കാണിക്കുന്നതാണ്.